ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പം ഇതാ പുതിയൊരു ചെടി വിശേഷം, ഒരു കൊറിയർ വിശേഷമായിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം കുറച്ച് കലയുടെ സുന്ദരികളുണ്ട്, ഇവരെയൊക്കെ ഒന്ന് യാത്രയപ്പാട്ടോ ഇന്ന്. ഒപ്പം കുറച്ച് അഗ്ലോണിമാസ്, വെറൈറ്റി ചെടി കേട്ടോ, ബ്രൊമലിയാഡ് തുടങ്ങിയ കുറച്ച് ചെടികളുടെ ഒരു യാത്രയപ്പെട്ടോ. അപ്പോൾ ഈ ചെടി ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് കേട്ടോ. അധികം കോസ്റ്റ്ലി അല്ലെങ്കിലും ഒരു പോട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു തരം കലയടിയാട്ടോ ഇത്. പിന്നെ ഞാൻ ബ്രൊമലിയാഡിന് ഇപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. ചെടി ആയതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് ഒട്ടനവധി സംശയം കേട്ടോ. ചേച്ചി പോട്ട് മിക്സ് എങ്ങനെയാണ്, ചെടി കേടാവുമോ, ചെടിക്ക് എന്താണ് കൊടുക്കേണ്ടത്, ബൂസ്റ്റിംഗ് എന്താണ്? ഞാൻ ഇവിടെ അധികം ബൂസ്റ്റിംഗ് ഒന്നും, ചേച്ചിയുടെ ചെടി എന്താ ഇങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ അധികം ബൂസ്റ്റിംഗ് ഒന്നും കൊടുക്കാറില്ല കേട്ടോ. നമ്മളിങ്ങനെ നാച്ചുറൽ വളങ്ങളൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കെമിക്കലായിട്ട് ഒന്നും തന്നെ ചേർക്കാറില്ല. പിന്നെ നാച്ചുറൽ മണ്ണും വളവും, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കുറച്ച് ചാണകപ്പൊടി, മണ്ണ് ചേർത്ത് മിശ്രിതമല്ല, ഒരു വളക്കൂട്ട് പോലെ അത് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചെടികൾക്ക് കരികില പ്രയോഗം നല്ലൊരു മാവിൻ്റെ ഒക്കെ ഇല വീണ അത് നമ്മൾ വാരിയെടുത്ത് ചെടി പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ പോട്ടി മിക്സിലിടുന്ന വളത്തിനനുസരിച്ച് കേട്ടോ പിന്നെ ചെടികളുടെ വളർച്ച. പിന്നെ നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തരത്തിലുള്ള ചെറിയ ബൂസ്റ്റിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അധികമൊന്നും നമ്മൾ ചെയ്യാറില്ല. പോട്ടി മിക്സിലാണ് നമ്മൾ ഏറ്റവും കരുതുന്നത്. പിന്നെ നമ്മൾ ഇവരോട് കുശലം പറയുക, തമാശ പറയുക, നമ്മൾ രാവിലെയും വൈകുന്നേരം ഇവരെ അടുത്ത് പോവുക, നനയ്ക്കുക. അപ്പം നമ്മുടെ തന്നെ ആ ഒരു സംരക്ഷണം തന്നെയാണ് കേട്ടോ ഇവർക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ചെടികൾ കാണപ്പെടുന്നത്. അപ്പം എൻ്റെ ചെടികൾ എൻ്റെ അടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ ഈ കലേഡിയത്തിനെയും കൂടി ആക്കണം കേട്ടോ. പിന്നെ ഇതിലൊരു മെറൂൺ കലേഡിയം കണ്ടില്ലേ, അത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട്, എൻ്റെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാട്ടോ. അത് ഞാനിവിടെ നട്ടു വളർത്തി വലുതാകുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ചോട് തരണേ, എന്തായാലും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചോട് എടുത്തു കേട്ടോ. നമ്മളത് വിൽപ്പനയ്ക്കായിട്ടില്ല. അങ്ങനെ ഇതാ ഞാൻ എപ്പം കൊറിയർ ചെയ്യാൻ വന്നാലും നമ്മുടെ പൂച്ചക്കുട്ടി ഉണ്ടാവും കേട്ടോ നമ്മുടെ കൂടെ. DTDC പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, പാഴ്സലൊക്കെ ആയിട്ടായിട്ട് നമ്മൾ ചെടികൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആരും അധികം ടെൻഷനൊന്നും അടിക്കേണ്ട. ചെടി നിങ്ങളുടെ അടുത്ത്, എൻ്റെ അടുത്ത് ഞാൻ സുരക്ഷിതമായിട്ട് തന്നെയാട്ടോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങളെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ടേ കൊറിയർ ഓഫീസിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു. ടാറ്റ, ബൈ ബൈ, സി യു.